അപ്പോൾ സൃഷ്ടിയിൽ എന്താണ് ഈ വൈവിധ്യം, അനേക ലോകങ്ങളുടെ ആവശ്യം എന്താ എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. ഓരോ ആളുകളും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ത്രിഗുണത്വാൽ കർത്തുശ്രദ്ധയാ പറഞ്ഞു, കർമ്മം ചെയ്യുന്ന ആളുടെ ശ്രദ്ധ ത്രിഗുണങ്ങളെ കൊണ്ട് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ്. ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്നൊരു അധ്യായം തന്നെയുണ്ട്. സാത്വിക ശ്രദ്ധയുള്ള ആളെ എങ്ങനെയാണ് പ്രവർത്തിക്കുക, രാജസ ശ്രദ്ധയുള്ള ആളെങ്ങനെയാണ് പ്രവർത്തിക്കുക, താമസ ശ്രദ്ധയുള്ള ആളെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാത്വിക ശ്രദ്ധയുള്ള ആൾ സാത്വികമായ കർമ്മം, ധർമ്മം അനുഷ്ഠിക്കും, ധാർമ്മിക പ്രവൃത്തികൾ. ധാർമ്മിക പ്രവൃത്തികളുടെ ഫലം സുഖമാണ്. രാജശ്രദ്ധയുള്ള ആൾ അധാർമിക പ്രവൃത്തികൾ ചെയ്യും, അതിൻ്റെ ഫലം ദുഃഖമാണ്, അധർമ്മത്തിൻ്റെ ഫലം. ഇനിയോ താമസശ്രദ്ധയുള്ള ആളുകൾ അവരും അധർമ്മം ചെയ്യും. രാജസന്മാർ പൊതുവേ അധർമ്മം ചെയ്യുമെങ്കിലും ചിലപ്പോൾ ധർമ്മം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിശ്രകർമ്മങ്ങൾ ചെയ്യും, ധർമാധർമ്മങ്ങൾ ഇടകലർത്തി ചെയ്യും. താമസൻ അധർമ്മേ ചെയ്യാൻ പറ്റൂ, സാത്വികൻ ധർമ്മമേ ചെയ്യൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാത്വിക, രാജസ, താമസ ഈ ഗുണഘടനയ്ക്കനുസരിച്ച് ഒരു വ്യക്തി തന്നെ നല്ലതും ചീത്തയായതും മിശ്രമായതുമായ കർമ്മം ചെയ്യും, ധർമാധർമ്മ മിശ്രകർമ്മങ്ങൾ. അതിനനുസരിച്ച് സുഖദുഃഖങ്ങളും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും.